നീ ഇവിടെ നീ കസരത്ത് കാണിക്കണ്ട, അപ്പനെ പോയി സഹായിച്ചു കൊടുത്തേ. ചെല്ലടാ. അവനാ തിന്നതിന് മാത്രം ഒരു കുഴപ്പമില്ല. അവൻ കറക്റ്റ് സമയത്തിനാകുമ്പോൾ തിന്നാനായിട്ട്. ഇവനൊക്കെ തിന്നാൻ കൊടുക്കണ നേരം കൊണ്ടല്ല. ഞാൻ കഴിഞ്ഞപ്പോ ഉടങ്ങിയേക്ക മേനായിട്ടവന്മാർ കിടന്ന് അപ്പനമ്മൻ കിടന്ന് പാടി തുടങ്ങും. അവൻ കളിക്കാൻ കിടന്നുണ്ടോ പോടാ, എങ്ങോട്ടെങ്കിലും പോന്നി. ഫോണാടാ, ആരുടെയാണ് ഈ ഫോൺ? അത് എടുക്കണ്ടേ. ആരാടി? റഫ്മാൻ. റഫ്മാൻ വിളിക്കണേ. നിന്റെ ഫോണല്ലേ? കോള് തന്നെ. കോള് തന്നെടാ. അതിന്റെ അപ്പനാണ്. എടുക്കണ്ട. അപ്പന്റെ പേരാണ് സേവ് ചെയ്തേക്കണ. എന്തുട്ടി പേരാടാ? ഇങ്ങനെയാണ് അപ്പന്റെ പേര് സേവ് ചെയ്യണ? ആ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാ വാന്നൊക്കെ പറഞ്ഞ ഒച്ചപ്പാടായിരിക്കും. എനിക്കൊന്നും വയ്യ. മോനെ മയ്യൂക്ക്, എടാ ഏബലാണ്ട് വന്നിരുന്നോ? വന്നില്ലേ? എന്താണ് മുഖം വല്ലാതിരിക്കണത്? എന്തോ പറ്റി? എന്താണെന്ന് പറ. അതല്ലടി, അവൻ ഇത്ര നേരം പോയിട്ട് അവനാ കളിക്കാൻ പോയേക്കണായിരിക്കുള്ളൂ. ഞാനപ്പോ അവന്റെ കൂട്ടുകാരെ 1-2 പേരെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരോടൊന്നും അവൻ പോയിട്ടില്ല. കാരണം ഞാൻ വിളിച്ചിട്ടാ, ഞാൻ ഫോൺ എടുക്കണില്ല. ഫോൺ എടുക്കാണ്ടിരിക്കില്ല അവൻ എന്തായാലും. ഇവിടെ ഒന്നുമല്ല, വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാവും. കളിക്കുന്ന സമയത്ത് ഫോൺ അടിച്ചാലൊന്നും എടുക്കൂല, അതൊക്കെ അറിയുമില്ല. മനസ്സിലാകാരനൊരു നമ്മളെ ദേഷ്യത്തിന് നമ്മൾ പറയുകയും ചെയ്തു അവനോട് ദേഷ്യമായിട്ട്. പിള്ളേരുടെ കാര്യം പേടിയാണ്. ഞാനിപ്പോ പോന്നിട്ട് നോക്കിട്ട് വരട്ടെ. നോക്കിക്കൊണ്ടോ. അവനെ കണ്ടില്ലടി. അവൻ എവിടെ വന്നേക്കണ്? ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്. നിങ്ങളിത്ര ആവലാതിപ്പെടണ എന്തിനാണ്? നീ എന്താടാ ഒപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എത്ര നേരം മനുഷ്യൻ വിളിച്ചിരുന്നുണ്ട്. നിനക്ക് ഫോൺ എടുക്കാൻ എന്താണ്? എടുത്തിട്ടെന്തിനാണ്? ഇത് പറയാനല്ലേ. അപ്പമാരെ മക്കള് ചീത്ത പറയും, തല്ലും. ഇവരുടെ സ്നേഹമില്ലാണ്ടിരിക്കും. എന്ത് സ്നേഹം കൊണ്ടായിട്ടാണ്? എല്ലാം തട്ടിപ്പാണ്. എന്താടി ഇത്? അവനേ സ്നേഹമില്ലെന്ന്. സ്നേഹമില്ലാണ്ടാടാ നിനക്ക് ഈ ഇത്രയും വളർത്തി വലുതാക്കി ഈ കോലത്തിലാക്കി വെച്ചേക്കണത്. പറയണതൊക്കെ ചെയ്തു കൊടുത്തതിൻ്റെ അവന് സ്നേഹമില്ലെന്ന്. ചേട്ടനല്ല അവനോടെ കാണാൻ കിടന്നുണ്ട്. വരാതെ കൊണ്ട് അങ്ങാട് പോക്കണം ഇങ്ങാട് പോകണം കൊണ്ടിരിക്കുന്നു. അവനത് പറയണ്ടേ? അവനാണ്ട് ഒരു സ്നേഹമില്ലെന്ന്. സ്നേഹമില്ലാണ്ട് അതിനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് മനസ്സിലാക്കാനുള്ള പ്രായം ഒക്കെ ആവണ്ടേ? അല്ലാണ്ട് നമ്മൾ ഈ സ്നേഹം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ അപ്പം വിളിച്ച ഫോൺ എടുത്തില്ല. നിനക്കൊരു തമാശയായിരിക്കും. ഈ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തപ്പോഴേ
മക്കൾ വീട്ടിലോട്ട് വരേണ്ട സമയം കഴിയുമ്പോഴും വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഉണ്ടല്ലോ ആ ചങ്കിടിപ്പുണ്ടല്ലോ, അതറിയണമെങ്കിലേ നമ്മൾ ഒരുപാട് കാലം കഴിയണം. അപ്പോൾ മനസ്സിലാവും നിനക്ക്. നീ അപ്പനിട്ടിരിക്കുന്ന പേര് ഞാൻ കണ്ട്, റഹ്മാൻ അല്ലേ? റഫാട ഞാൻ, എനിക്കങ്ങനെ തോന്നും. പറഞ്ഞോണ്ടാ കേറിണ്ടേട്ടാ. ഹലോ അപ്പാ.